ഹലോ, ഐ ആം രാജശേഖരൻ. എന്തു വേണം? നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു ആവശ്യമുണ്ട്. എന്താവശ്യം? ഒരു ലോക്കർ ഓപ്പൺ ചെയ്യണം. ഏത് ലോക്കർ? ബാങ്ക് ലോക്കർ. കീ എങ്ങനെ നഷ്ടപ്പെട്ടു? നഷ്ടപ്പെട്ടതല്ല, കീ ഞങ്ങളുടെ കയ്യിലില്ല. അത് മാനേജ്മെന്റിന്റെ കയ്യിലാണ്. ഓഹോ, അപ്പോ മാനേജ്മെന്റ് ഒഫീഷ്യലായിട്ട് ആവശ്യപ്പെടട്ടെ, ഞാൻ വന്ന് തുറന്നുതരാം. ഇല്ല, നിങ്ങളിപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ വരും. തോക്ക് ചൂണ്ടി എന്നെ ഭയപ്പെടുത്തി കളയാമെന്ന് കരുതിയല്ലേ? പട്ടാളത്തിൽ വെച്ച് ആയിരക്കണക്കിന് മിഷൻ ഗണ്ണിന്റെ മുമ്പിൽ പതറാതെ നിന്നവനാണ് ഞാൻ. ആ ധൈര്യമുണ്ടെങ്കിൽ എന്നെ അനുസരിപ്പിക്കാട്ടെ. ചേച്ചേ, ഇങ്ങനെയല്ലടാ തോക്ക് പിടിക്കേണ്ടത്. ഈ നിങ്ങൾ വരുന്നോ അതോ ഇല്ലയോ? സമയം കളയാതെ പോണം മിസ്റ്റർ. കുട്ടി വിടറാ. വിടാ, ഞങ്ങളുടെ കൂടെ വന്ന് പറഞ്ഞ ജോലി ചെയ്തതിനു ശേഷം. ശരി, ഞാൻ ഡ്രസ് മാറ്റിയിട്ട് വരാം. വെയിറ്റ്, കുഴപ്പമുണ്ടാക്കരുത്. കുഞ്ഞ് ഞങ്ങളുടെ കയ്യിലാണ്, ഓർമ്മ വേണം. പോകാം. Hey, don't be smart. Come on, let us go. എന്റെ മകളുടെ ജീവനെ ഓർക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ തെറ്റ് ചെയ്തു. ഇനി ഞങ്ങളെ വിട്ടയച്ചൂടെ? വിട്ടേക്കാം. വഴിയിൽ വിടുന്നത് ശരിയല്ലല്ലോ, വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. Come on.
ആ. എന്റെ കുഞ്ഞാരുമില്ല. അവളെ ഓർത്തെങ്കിലും എന്നെ വെറുതെ വിടൂ പ്ലീസ്. നീ രക്ഷപ്പെട്ടാൽ ഞങ്ങൾക്ക് രക്ഷയില്ല. ഇനി നിന്റെ മകൾക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. Let us move. Come on. ഞാൻ തേടുകയാണ് എന്റെ അച്ഛനെ കൊന്നവനെ. അവനെ ഞാൻ കണ്ടെത്തും. അന്ന് one second. ഇതാണ് എന്റെ അച്ഛൻ, ഇത് വല്യച്ഛൻ. എന്റെ മരിച്ചുപോയ അനുജത്തിയെ ഇന്നെനിക്ക് തിരിച്ചു കിട്ടി. നിന്റെ വല്യച്ഛന്റെ മകനാണ് ഞാൻ. ഇനി എന്റെ അനുജത്തിയെ കാത്തുസൂക്ഷിക്കാൻ ഈ ചേട്ടനുണ്ട്. ചേട്ടാ, ചേട്ടാ, ഇനി ഞാനൊരു അനാഥയല്ല. ഇല്ല ചേട്ടാ, നിനക്ക് അമ്മയെ കണ്ടു. വരൂ. അമ്മേ, അമ്മേ. അമ്മയ്ക്ക് ഇവളെ അറിയാമോ? ഇല്ല. ആ, അച്ഛന്റെ ഫോട്ടോ എടുത്തോണ്ട് വരൂ. എന്തിനാ? എടുത്തോണ്ട് വരുന്നേ. അമ്മയ്ക്ക് ഇവള് മനസ്സിലായോ? ഇല്ല. ആരാ മോനെ? എന്റെ സ്വപ്നയ്ക്ക് പകരം എനിക്ക് കിട്ടിയ അനുജത്തി. അമ്മേ, ഇത് ചെറിയച്ഛന്റെ മകളാ സരിത. ഉവ്വോ. മോളെ, മോളെ. മോനെ, നിങ്ങൾ തമ്മിൽ എവിടെ വെച്ച് കണ്ടുമുട്ടി? അതൊക്കെ പിന്നെ പറയാമേ. മോളെ, നിന്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. നിന്നെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞില്ല. കാണാൻ മാത്രമോ? ഇനി ഞാൻ അമ്മയെ വിട്ടു പോവില്ല. പോകാൻ ഞാൻ സമ്മതിക്കില്ല. മോനെ, നമുക്കിനി മദ്രാസിലെ ജീവിതം വേണ്ട. മോളെയും കൂട്ടി നമുക്ക് നാട്ടിലേക്ക് പോകാം. അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ല അമ്മേ. എന്താ? എനിക്കും ചേട്ടനും കൂടി
ചില ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. ഹലോ മദ്രാസ് ഗേൾ. ഹലോ, കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. അതാണ് മെഡ്രാസ് ഗേൾ. കമാൺ ഫോളോ മീ. കമാൺ. എന്റെ ലോക്കറും തുറന്നു തരണം. ഓക്കെ. കീ എവിടെ? കീ ഉണ്ടെങ്കിൽ എനിക്ക് നിന്റെ ആവശ്യമില്ലല്ലോ. കമാൺ തുറന്നേ. എനിക്കറിയില്ല. സുന്ദരിയായ ഒരു പെൺകുട്ടി കളവ് പറയാൻ ഞാൻ കരുതിയില്ല. കമാൺ പ്ലീസ് ഹെൽപ് മീ. ഓക്കെ, ഷോ മീ. വണ്ടർഫുൾ. ഏത് ലോക്കറുകൾ തുറക്കാനും നിനക്ക് കഴിയും. ഇതുപോലുള്ള 3 ലോക്കറുകൾ കൂടിയുണ്ട്. എവിടെ? ഇവിടെ അല്ല, സിറ്റി ബാങ്കിൽ. ബാങ്ക് മോഷണം എന്റെ തൊഴിലല്ല. ഐ എം സോറി. കാറ് മോഷണത്തെക്കാൾ നല്ലതുമില്ല. അതെന്റെ ഇഷ്ടം. ഗേൾ, ഞാൻ പറഞ്ഞ കാര്യം ചെയ്താൽ നീ ഇവിടെ ജീവനോട് പോവില്ല. മിസ്റ്റർ, എനിക്കെന്റെ ജീവനിൽ വലിയ കൊതിയൊന്നുമില്ല. റിയലി? കൺഗ്രാറ്റുലേഷൻസ് മൈ ഡിയർ മദ്രാസ് ഗേൾ. ലാൽ, യെസ് ഡാഡ്. ആളറിഞ്ഞ് പെരുമാറണം എന്നുള്ള കാര്യം ഇനിയും നിനക്ക് ഞാൻ പറഞ്ഞു തരണം, അല്ലേ? സോറി ഡാഡ്. ആ പറഞ്ഞത് അവളോട് പറയൂ. സോറി. മദ്രാസ് ഗേൾ, യെസ്. ലാൽ പറഞ്ഞ കാര്യത്തെപ്പറ്റി എന്തു പറയുന്നു? ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ബാങ്ക് ലോക്കറുകൾ ഓപ്പൺ ചെയ്തു തന്നാൽ നിനക്ക് ജീവിതകാലം മുഴുവൻ കഴിയുവാനുള്ള പണം ഞാൻ തരാം. എന്തു പറയുന്നു? എനിക്ക് അത്രയും പണം ഒന്നിച്ചാവശ്യമില്ല. ലുക്ക്, നീ ഇപ്പോൾ തന്നെ പോലീസിന്റെ നോട്ടപ്പുള്ളിയായി കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ വലയിൽ വീണാൽ ലോക്കപ്പ്, ജയിൽ. കാർ മോഷണം നിർത്തൂ. ഒരൊറ്റ രാത്രി കൊണ്ട് 50 ലക്ഷം രൂപ പ്രതിഫലം. എന്തു പറയുന്നു? ഞാൻ ആലോചിച്ച് പറയാം. ടേക്ക് യുവർ ഓൺ ടൈം. സമ്മതമാണെങ്കിൽ വിവരം ലാലിനെ അറിയിക്കൂ. ഓക്കെ. സംസാരിക്കുന്ന ആളെ നേരിട്ടൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. നീ ഇനിയും ഇവിടെ വരികയാണെങ്കിൽ നേരിൽ കാണാം.
യു ക്യാൻ ഗോ നൗ. ഉം.